ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ ലോജിക് ഗേറ്റ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലോജിക് ഗേറ്റ്സ് മെയിൻലി രണ്ട് ടൈപ്പ് ലോജിക് ഗേറ്റ്സ് ആണ് നമുക്കുള്ളത്. ഫസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ബേസിക് ഗേറ്റ്സ് എന്നാണ് അതിനെ വിളിക്കുക. ബേസിക് ഗേറ്റ്സിനകത്ത് മെയിനായിട്ട് വരുന്നത് നോട്ട് ഗേറ്റ്, ആൻഡ് ഗേറ്റ് ആൻഡ് ഓർ ഗേറ്റ്. ഈ മൂന്ന് ഗേറ്റ്സ് ആണ് ബേസിക് ഗേറ്റ്സ് ആയിട്ട് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത് യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ നാൻഡ് ആൻഡ് നോർ. ഈ രണ്ട് ഗേറ്റ്സ് ആണ് യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ഇനി ഒരു രണ്ട് ഗേറ്റ്സും കൂടിയുണ്ട്. അത് എക്സോർ ഗേറ്റ് ആൻഡ് എക്സ് നോർ ഗേറ്റ് ആണ്. ഓക്കെ, ഈ രണ്ട് ഗേറ്റ്സ് നമ്മൾ അരിതമെറ്റിക് ഓപ്പറേഷൻസിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിജിറ്റൽ സർക്യൂട്ട്സിൽ അവൈലബിൾ ആയിട്ടുള്ള ലോജിക് ഗേറ്റ്സ് എന്ന് പറയുന്നത്. ഈ ലോജിക് ഗേറ്റ്സിനെ പറ്റിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഈ ലോജിക് ഗേറ്റ്സിൻ്റെ സിമ്പിൾസ് നമ്മൾ പഠിക്കും. ഓരോ ലോജിക് ഗേറ്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമ്പിൾ എന്താണ്, അതുപോലെ അതിൻ്റെ ഓപ്പറേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ലോജിക് എക്സ്പ്രഷൻ. ഓക്കെ, ഒരു എക്സ്പ്രഷൻ, ഒരു ഇക്വേഷൻ്റെ ഫോമിൽ ഒരു എക്സ്പ്രഷൻ പഠിക്കണം. അതുപോലെ അതിൻ്റെ ട്രൂത്ത് ടേബിൾ, ഓരോ ലോജിക് ഗേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ട്രൂത്ത് ടേബിൾ ഉണ്ടായിരിക്കും. ട്രൂത്ത് ടേബിൾ പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ കോമ്പിനേഷൻസ് ഇൻപുട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്താൽ കറസ്പോണ്ടിങ്ങിലി എന്താണ് അതിൻ്റെ ഔട്ട്പുട്ട്, അതാണ് ട്രൂത്ത് ടേബിളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതുപോലെ അതിൻ്റെ ടൈമിംഗ് ഡയഗ്രാംസും നമ്മൾ പഠിക്കും. അപ്പോൾ നമ്മൾ ഓരോ ഗേറ്റ്സിൻ്റെ ഈ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ, നോട്ട് ഗേറ്റ്. ഓക്കെ, നോട്ട് ഗേറ്റിനെ നമുക്ക് ഇൻവേർട്ടർ എന്നും വിളിക്കാം. ഇൻവേർട്ടർ. ഓക്കെ, ഇവിടെ നമ്മളുടെ ഓപ്പറേഷൻസ്, ഇൻവേർട്ടറിൻ്റെ സിമ്പിൾ വരുന്നത് ഇതാണ്. ഇൻവേർട്ടറിൻ്റെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ, ഒരു ട്രയാങ്കിൾ ഫോളോവ്ഡ് ബൈ എ ബബിൾ. ഓക്കെ, ഇതാണ് ഇൻവേർട്ടറിൻ്റെ കോമൺ ആയിട്ടുള്ള സിമ്പിൾ വരുന്നത്. ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഇങ്ങനെയും റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്, പക്ഷേ ഇതാണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ വരുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ രണ്ട് ലൈൻസ് കാണുന്നുണ്ട്. ഈ രണ്ട് ലൈൻസ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇൻപുട്ട്, നോട്ട് ഗേറ്റിൻ്റെ ഇൻപുട്ട് സൈഡാണിത്, ഇത് ഔട്ട്പുട്ടാണ്. യൂഷ്വലി നമുക്ക് ഈ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഐ എം റെപ്രസെൻറ്റിംഗ് ദ ഇൻപുട്ട് ആസ് എ ആൻഡ് ഔട്ട്പുട്ട് ആസ് വൈ. ഓക്കെ, ദെൻ ഈ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ പോസിബിൾ വാല്യൂസ് എന്ന് പറയുന്നത് നമ്മൾ ബൈനറിയാണ് കൺസിഡർ ചെയ്യുന്നത്. ഡിജിറ്റൽ കേസസ് ആണ് നമുക്ക് വരുന്നത്. ഡിജിറ്റലിൽ നമ്മൾ ഓൺലി വൺസ് ആൻഡ് സീറോസ് മാത്രമേ നമ്മൾ ഡീൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഇൻപുട്ട് എന്ന് പറയുന്നത് പോസിബിൾ വാല്യൂസ് എന്ന് പറയുന്നത് 0 ആവാം, 1 ആവാം. ഓക്കെ, ഇവിടെ എന്താണോ ഇൻപുട്ട് വരുന്നത് ആ ഇൻപുട്ടിനെ നേരെ ഓപ്പോസിറ്റ് ഇൻവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഇൻവേർട്ടറിൻ്റെ ഫംഗ്ഷൻ വരുന്നത്. അതായത് നമ്മൾ ഇൻപുട്ടിൽ 0 കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ടിൽ 1 ആയിരിക്കും വരുന്നുണ്ടാവുക. ഇൻപുട്ടിൽ 1 കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ടിൽ അതിനെ ഇൻവേർട്ട് ചെയ്ത് 0 പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഒരു ഇൻവേർട്ടറിൻ്റെ ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവേർട്ടറിനെ നമ്മൾ അതിൻ്റെ ഇക്വേഷനായിട്ട് എഴുതാണ് y ഇസ് ഈക്വൽ ടു എ ബാർ. ഈ ഒരു ബാർ എന്ന് പറയുന്നതാണ് ഇൻവേർട്ടറിൻ്റെ ഓപ്പറേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ചിഹ്നമാണ് എ ബാർ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് എ ബാർ എന്ന് വായിക്കാം, അല്ലെങ്കിൽ നോട്ട് എ എന്നും വായിക്കാം. ഇതിനെ വേറൊരു മെത്തേഡിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും, y ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ്. ഓക്കെ, ഈ ഒരു രണ്ട് മെത്തേഡിൽ നമുക്ക് അതിൻ്റെ ഇക്വേഷനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. എ ബാർ അല്ലെങ്കിൽ നോട്ട് എ എന്ന് വായിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ലോജിക് എക്സ്പ്രഷൻ കറസ്പോണ്ടിങ് ടു എൻ ഇൻവേർട്ടർ. ഇനി നമുക്ക് ഇൻവേർട്ടറിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. ഓക്കെ, ട്രൂത്ത് ടേബിൾ എന്താ? ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞാൽ പോസിബിൾ ഇൻപുട്ട് കോമ്പിനേഷൻസ് എല്ലാം നമ്മൾ എഴുതും. അതിന് കറസ്പോണ്ടിങ് എന്താണ് ഔട്ട്പുട്ട് കിട്ടുക, അതാണ് നമ്മൾ ട്രൂത്ത് ടേബിളിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ട്രൂത്ത് ടേബിൾ നോക്കാം. ട്രൂത്ത് ടേബിളിൽ നമുക്കറിയാം ഇൻപുട്ട് കോമ്പിനേഷൻസ് ആയിട്ട് എന്താ വരുന്നത്. നമ്മളിവിടെ ഇൻപുട്ടിനെ എ എന്നാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്, ഔട്ട്പുട്ടിനെ ഞാൻ y എന്നാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻപുട്ടിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് ആദ്യം എഴുതാം. ഇൻപുട്ട് എ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ സിംഗിൾ ഇൻപുട്ട് മാത്രമേ ഉള്ളൂ ഇൻവേർട്ടറിന്. ഇൻവേർട്ടർ എന്ന് പറയാൻ എപ്പോഴും സിംഗിൾ ഇൻപുട്ടും സിംഗിൾ ഔട്ട്പുട്ടും മാത്രമായിരിക്കും. നമ്മൾ ലോജിക് ഗേറ്റ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എല്ലാ ലോജിക് ഗേറ്റ്സിനും സിംഗിൾ ഔട്ട്പുട്ട് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ പല ലോജിക് ഗേറ്റ്സിനും ഇൻപുട്സിൻ്റെ എണ്ണത്തിൽ വേരിയേഷൻ ഉണ്ടായിരിക്കും. ഇൻവേർട്ടർ ആണെങ്കിൽ സിംഗിൾ ഇൻപുട്ടും സിംഗിൾ ഔട്ട്പുട്ടും മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എ എന്ന് പറയുന്ന ഒരൊറ്റ ഇൻപുട്ടേ ഉള്ളൂ. അതിന് ഒന്നുകിൽ ആ എ എന്ന് പറയുന്നത് 0 അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് 1 കൊടുക്കാം. ഓക്കെ, ഇഫ് ദ ഇൻപുട്ട് ഈസ് 0 ദെൻ ദ ഔട്ട്പുട്ട് വിൽ ബി ഇറ്റ്സ് ഇൻവേർട്ടഡ് വാല്യൂ. സോ y ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഇൻപുട്ട് 1 ആയിരിക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് എന്തായിരിക്കും, അതിൻ്റെ ഇൻവേർട്ടഡ് വാല്യൂ അതായത് 0 ആയിരിക്കും. ഇതാണ് നമ്മുടെ ഇൻവേർട്ടറിൻ്റെ ട്രൂത്ത് ടേബിൾ. ഓക്കെ,
ട്രൂത്ത് ടേബിളിൽ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇൻപുട്ട് കോമ്പിനേഷൻസ് എഴുതും, കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് എന്താണെന്ന് നമ്മൾ ഈ ഒരു ലോജിക് എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ y എന്ന് പറയുന്നത് ഇൻപുട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഇൻപുട്ടിൻ്റെ ബാറാണ് അല്ലെങ്കിൽ ഇൻപുട്ടിൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. അതുകൊണ്ടാണ് 0 അപ്ലൈ ചെയ്ത സമയത്ത് 1ഉം 1 അപ്ലൈ ചെയ്ത സമയത്ത് 0യും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ടൈമിംഗ് ഡയഗ്രാം റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ടൈമിംഗ് ഡയഗ്രാം. ടൈമിംഗ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു ഇൻപുട്ട് കൊടുക്കുകയാണ്. ഈ നമ്മൾ ട്രൂത്ത് ടേബിൾ റെപ്രസെൻറ്റ് ചെയ്ത കേസ് തന്നെ നമ്മളൊരു ഗ്രാഫ് പോലെ റെപ്രസെൻറ്റ് ചെയ്യണം. ഞാൻ ഒരു ടൈം സ്ലോട്ട്സ് കൺസിഡർ ചെയ്യാണ്. ഇതാ T1 എന്ന് പറയുന്ന ഒരു ടൈമിൽ ഇതാണ് എൻ്റെ T1ൻ്റെ ടൈം സ്ലോട്ട് ഞാൻ എടുക്കുന്നത്. ഓക്കെ, T2 എന്ന് പറയുന്നൊരു ടൈമിൽ, ഓക്കെ, T3 എന്ന് പറയുന്നൊരു ടൈം. ഓക്കെ, ഈ ഒരു ടൈം ഡ്യൂറേഷനെയാണ് കാണിക്കുന്നത്. അപ്പോൾ T1 എന്ന് പറയുന്ന ഡ്യൂറേഷനിൽ ഞാൻ അപ്ലൈ ചെയ്ത ഇൻപുട്ട് 0 എന്നുള്ളൊരു ലെവലാണ്. ഇതിപ്പോൾ 0 എന്നുള്ള ലെവലിനും ഇത് 1 എന്നുള്ളൊരു ലെവലിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ T1 എന്ന് പറയുന്ന ഡ്യൂറേഷനിൽ 0 അപ്ലൈ ചെയ്തു. T2 എന്ന് പറയുന്ന ഡ്യൂറേഷനിൽ ഞാൻ 1 എന്നുള്ളൊരു ഇൻപുട്ട് അപ്ലൈ ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്? ഇവിടെ ഞാൻ ഇത് ഇൻപുട്ടാണ്, ഇത് ഇൻപുട്ടാണ്, അതായത് എ ആണ്, ഇത് ഔട്ട്പുട്ടാണ്. ഓക്കെ, ഔട്ട്പുട്ടാണ് ഇതിൻ്റെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഔട്ട്പുട്ടിനും ഇതേപോലെ 2 ലെവൽസ് പോസിബിളാണ്, 0യും 1ഉം പോസിബിളാണ്. അതായത് ഇൻപുട്ട് T1 എന്ന് പറയുന്ന ഡ്യൂറേഷനിൽ 0യിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? അതിൻ്റെ നേരെ ഇൻവേർട്ടഡ് വാല്യൂ, അതായത് 1ലായിരിക്കും ഔട്ട്പുട്ട് ഉണ്ടായിരിക്കുക. ഓക്കെ, T2 എന്ന് പറയുന്ന ഒരു ടൈം ഡ്യൂറേഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇൻപുട്ടിൻ്റെ വാല്യൂ 1 ആണ് അല്ലേ? T2 എന്ന് പറയുന്ന ഡ്യൂറേഷൻ ഇതാണ്. ഈ ഡ്യൂറേഷനിൽ ഇൻപുട്ടിൻ്റെ വാല്യൂ വരുന്നത് 1 ആണ്. ആ സമയത്ത് ഔട്ട്പുട്ട് അതിൻ്റെ ഇൻവേർട്ടഡ് വാല്യൂ ആണ് കിട്ടുന്നുണ്ടാവുക, അതായത് ഔട്ട്പുട്ട് വിൽ ബി 0. അപ്പോൾ ഔട്ട്പുട്ട് ഇതാണ് 0ൻ്റെ ലെവൽ വരുന്നത്, ഔട്ട്പുട്ട് 0യിലേക്ക് പോകും. ഓക്കെ, അതാണ് ടൈമിംഗ് ഡയഗ്രാം വരുന്നത്. അപ്പോൾ നോട്ട് ഗേറ്റ് ഇത്രയേ ഉള്ളൂ. നമുക്ക് ആൻഡ് ഗേറ്റ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ആൻഡ് ഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബേസിക് ഗേറ്റ്സ് ആണ്. ആൻഡ് ഗേറ്റിൻ്റെ ലോജിക് സിമ്പൽ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ സിമ്പൽ വരുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ആൻഡ് ഗേറ്റിൻ്റെ നോർമൽ ഒരു റെപ്രസെൻറ്റേഷൻ, ഗ്രാഫിക്കൽ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആണിത്. ഇതിനകത്ത് നമുക്കറിയാം ഒരൊറ്റ ഔട്ട്പുട്ടേ വരുന്നുള്ളൂ. ഔട്ട്പുട്ടിനെ ഞാൻ y എന്നുള്ളൊരു ആൽഫബറ്റ് വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാണ്. ഇൻപുട്ട് 2 ഇൻപുട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഗേറ്റ് ആണെങ്കിൽ 2 ഓർ മോർ ഇൻപുട്ട്സ് പോസിബിൾ ആണ്. അതായത് 2 ഇൻപുട്ട്, 3 ഇൻപുട്ട്, 4 ഇൻപുട്ടിൻ്റെ ആൻഡ് ഗേറ്റ്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻഡ് ഗേറ്റ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്, 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ്. ഓക്കെ, ദെൻ ഇതിൻ്റെ ഒരു നമ്മൾ ഇതിൻ്റെ ഓപ്പറേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബൈനറിയിലെ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതായത് 0 × 0 = 0, 0 × 1 = 0, 1 × 0 = 0, 1 × 1 = 1. ഇത് നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ, ബൈനറി മൾട്ടിപ്ലിക്കേഷനിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ബൈനറി മൾട്ടിപ്ലിക്കേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ഗേറ്റ് ആണ് ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പറേഷനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഡോട്ട് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ, ലോജിക്കൽ ഇക്വേഷൻ എഴുതാൻ, അൾജിബ്രായിക് ഫംഗ്ഷൻ എഴുതുകയാണെങ്കിൽ y = a.b എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, y = a.b, ഇതാണ് അതിൻ്റെ അൾജിബ്രായിക് ഫംഗ്ഷൻ അല്ലെങ്കിൽ ലോജിക്കൽ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. നെക്സ്റ്റ് നമുക്കറിയാം 2 പോസിബിൾ ഇൻപുട്ട്സ് ഉണ്ട്. അപ്പോൾ 2 വേരിയബിളാണ് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്നത്. ഇതാണ് ഇൻപുട്ട് കോമ്പിനേഷൻസ് വന്നേക്കുന്നത്. ഇത് ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ടിൽ നമുക്ക് 2 വേരിയബിൾസ് എ ബി എന്ന് പറഞ്ഞിട്ട് 2 വേരിയബിൾസ് പോസിബിൾ ആണ്. ഔട്ട്പുട്ടിൽ y എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരൊറ്റ ഔട്ട്പുട്ട് മാത്രമേ ഉള്ളൂ. നമുക്കിനി പോസിബിൾ ആയിട്ടുള്ള ഇൻപുട്ട് കോമ്പിനേഷൻസ് ആദ്യം എഴുതാം. 2 ഇൻപുട്ട് ബിറ്റ്സ് ഉള്ളത് കൊണ്ട് 4 കോമ്പിനേഷൻസ് പോസിബിൾ ആയിരിക്കും. 0 0 0 1 1 0 1 1. ഓക്കെ, അപ്പോൾ ആൻഡ് ഗേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് പ്രൊഡ്യൂസ് എ ഹൈ ഔട്ട്പുട്ട് ഓർ ഇറ്റ് പ്രൊഡ്യൂസ് എ 1 അറ്റ് ഇറ്റ്സ് ഔട്ട്പുട്ട് ഓൺലി വെൻ ബോത്ത് ഓഫ് ഇറ്റ്സ് ഇൻപുട്ട്സ് = 1. അതായത് 2 ഇൻപുട്ടും 1 ആണെങ്കിൽ മാത്രമേ ഒരു ആൻഡ് ഗേറ്റ് അതിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു ഹൈ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, ഒരു 1 പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ബാക്കിയുള്ള എല്ലാ സിറ്റുവേഷൻസിലും അതിൻ്റെ ഔട്ട്പുട്ട് 0 ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ എയും ബിയും 0 ആണ്, ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇവിടെ എ 0 ആണ്, അപ്പോൾ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അതായത് 2 ഇൻപുട്ടും 1 ആയിരിക്കുന്ന സമയത്ത് മാത്രമേ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കുള്ളൂ. ഇവിടെയാണ് 2 ഇൻപുട്ടും 1 ആയിരിക്കുന്നത്, അവിടെ മാത്രമേ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് 1 ആവുള്ളൂ. ബാക്കി എല്ലാ പോസിബിൾ ഇൻപുട്ട് കോമ്പിനേഷൻസിലും നമ്മളുടെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇതാണ് ആൻഡ് ഗേറ്റിൻ്റെ ബേസിക് ഓപ്പറേഷൻ വരുന്നത്. ഇത് ഇനി 3 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് ആയിരുന്നെങ്കിൽ എങ്ങനെയാണ് വരിക? ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ഇൻപുട്ടും കൂടെ വരും. അതിന് നമുക്ക് സി എന്ന് വെച്ചിട്ട് ഏത് ലെറ്റർ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. സി എന്നുള്ളൊരു ആൽഫബറ്റ് വെച്ചിട്ട് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക?
3 ഇൻപുട്ട് കോമ്പിനേഷൻസ് വെച്ചിട്ടുള്ള ട്രൂത്ത് ടേബിളാണ് നമ്മൾ എഴുതേണ്ടി വരിക. അതായത് എ ബി സി ഇതായിരിക്കും നമ്മുടെ ഇൻപുട്സ്. ഓക്കെ, ഔട്ട്പുട്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് ഈസ് ഓൾവേസ് വൈ, സിംഗിൾ ഔട്ട്പുട്ടാണ് എപ്പോഴും വരിക. അപ്പോൾ നമ്മൾ 3 ബിറ്റിൻ്റെ പോസിബിൾ ആയിട്ടുള്ള എല്ലാ കോമ്പിനേഷൻസും എഴുതണം. അതായത് 8 കോമ്പിനേഷൻസ് പോസിബിൾ ആയിരിക്കും. 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 1 1 1 പോസിബിൾ ആയിട്ടുള്ള എല്ലാ കോമ്പിനേഷൻസും നമ്മൾ ഇൻപുട്ടിൽ എഴുതി. ഇനി നമ്മൾ ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് ഗേറ്റിൻ്റെ ഓപ്പറേഷൻ ഒരു കണ്ടീഷൻ ഉണ്ട്. വെൻ ഇറ്റ്സ് all the inputs becomes 1 then only its output become 1. അതായത് എല്ലാ ഇൻപുട്ടും 1 ആണെങ്കിൽ മാത്രമേ അതിൻ്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കുള്ളൂ. അതായത് ഇവിടെ മാത്രമേ എല്ലാ ഇൻപുട്സും 1 ആയിട്ട് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ മാത്രമേ ഔട്ട്പുട്ട് ഹൈ ആയിട്ട് വരുള്ളൂ. ബാക്കിയുള്ള എല്ലാ കേസസിലും അതിൻ്റെ ഔട്ട്പുട്ട് 0 ആയിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര ഇൻപുട്ടിൻ്റെ ആൻഡ് ഗേറ്റ് വന്നാലും നമുക്ക് 1 വരുന്നത് ലാസ്റ്റ് കോമ്പിനേഷനിൽ മാത്രമായിരിക്കും. അതായത് എല്ലാ ഇൻപുട്സും 1 ആവുന്നത് എവിടെയാണോ അവിടെ മാത്രമായിരിക്കും ഔട്ട്പുട്ട് ഹൈ വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ഒരു 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റിൻ്റെ ടൈമിംഗ് ഡയഗ്രം കൂടെ നോക്കാം. ഓക്കെ, ടൈമിംഗ് ഡയഗ്രാം നേരത്തെ പോലെ തന്നെ നമ്മളൊരു ടൈം സ്ലോട്ട് കൺസിഡർ ചെയ്യാണ്. ഫസ്റ്റ് ടൈം സ്ലോട്ടാണ് T1 എന്ന് പറയുന്ന ഒരു ടൈം ഡ്യൂറേഷൻ കൺസിഡർ ചെയ്തു. നെക്സ്റ്റ് T2 എന്ന് പറയുന്ന ഒരു ടൈം ഡ്യൂറേഷൻ കൺസിഡർ ചെയ്യാണ്. T3, T4, T5. ഓക്കെ, ഇനി ഫസ്റ്റ് ടൈം ഡ്യൂറേഷനിൽ ഞാനിവിടെ എ എന്നുള്ളൊരു ഇൻപുട്ട്, ബി എന്ന് പറയുന്നൊരു ഇൻപുട്ടും വൈ ആണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. എക്ക് 2 വാല്യൂസ് പോസിബിൾ ആണ്, 0 ആൻഡ് 1. ബി എന്ന് പറയുമ്പോൾ 0 ആൻഡ് 1 പോസിബിൾ ആണ്. വൈയും ഔട്ട്പുട്ടും 0 ആൻഡ് 1. ഈ 2 ലെവൽസാണ് എ ബി ആൻഡ് വൈ എന്നുള്ള വാരിയബിൾസിന് പോസിബിൾ ആയിട്ടുള്ളത്. ഞാൻ ആദ്യം നമ്മുടെ ഇൻപുട്ട് കോമ്പിനേഷൻ 0 0 ആണ് കൊടുക്കുന്നത്. അതായത് എ ഈസ് ഈക്വൽ ടു 0, ബി ഈസ് ഈക്വൽ ടു 0. ദെൻ എ ഈസ് ഈക്വൽ ടു 0, ബി ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ദെൻ എ ഈസ് ഈക്വൽ ടു 1, ബി ഈസ് ഈക്വൽ ടു 0. ദെൻ എ ഈസ് ഈക്വൽ ടു 1, ബി ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇൻപുട്ടിൻ്റെ എല്ലാ പോസിബിൾ കോമ്പിനേഷൻസും ഞാൻ കൊടുത്തു. 0 0 0 1 1 0 1 1. ഇനി നമുക്ക് ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കാം. ഇതിനകത്ത് നമുക്കറിയാം ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആവുന്നത് ഓൺലി വെൻ ബോത്ത് ദ ഇൻപുട്സ് ഓർ ഓൾ ദ ഇൻപുട്സ് ആർ ഹൈ. അപ്പോൾ നമുക്ക് ഇവിടെ 2 ഇൻപുട്ടും ഹൈ വരുന്നത് ഈ ഒരു സ്റ്റേറ്റിൽ മാത്രമാണ്. ഇവിടെ നോക്കുക, ഇവിടെ 0 വന്നു 0 വന്നു, ദെൻ ഔട്ട്പുട്ട് വിൽ ബി 0. ഇവിടെ 0 ആൻഡ് 1 ആണ് വരുന്നത്. ഒരു 0 വന്നുകൊണ്ട് ഔട്ട്പുട്ട് 0. ഇവിടെ 1 ആൻഡ് 0, ഇവിടെ ഒരു 0 വന്നുകൊണ്ട് ഔട്ട്പുട്ട് 0. ഇവിടെ 1 ആൻഡ് 1, ദെൻ ഔട്ട്പുട്ട് വിൽ ബി 1. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ടൈമിംഗ് ഡയഗ്രാം വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലോജിക് ഗേറ്റ്സിൽ നെക്സ്റ്റ് ഗേറ്റ് വരുന്നത് ഓർ ഗേറ്റ് ആണ്. ഓർ ഗേറ്റ് ഈസ് ആൻ അനദർ ബേസിക് ഗേറ്റ് ലൈക്ക് ആൻഡ് ഗേറ്റ് ആൻഡ് നോട്ട് ഗേറ്റ്. ഓർ ഗേറ്റിൻ്റെ സിമ്പിൾ നോക്കുകയാണെങ്കിൽ കോമൺലി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ഓർ ഗേറ്റിൻ്റെ സിമ്പിൾ വരുന്നത്. ഇതൊരു 2 ഇൻപുട്ട് ഓർ ഗേറ്റ് ആണ് ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ഇൻപുട്സിനെ ഞാൻ എ ആൻഡ് ബി എന്നുള്ള ആൽഫബറ്റ്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു. ഔട്ട്പുട്ട് ഈസ് വൈ. ഓക്കെ, ലൈക്ക് ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ് നമുക്ക് 2 ഓർ മോർ ഇൻപുട്സിൽ അവൈലബിൾ ആണ്. അതായത് 3 ഇൻപുട്ട് 4 ഇൻപുട്ട് 5 ഇൻപുട്ട് ഓർ ഗേറ്റ്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഒരു 2 ഇൻപുട്ട് ഓർ ഗേറ്റിൻ്റെ ലോജിക്കൽ എക്സ്പ്രഷൻ എഴുതുകയാണെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു എ ഓർ ബി എന്നാണ് നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ബൈനറിയിലെ അഡീഷന് സിമിലർ ആയിട്ടുള്ള ഒരു ഗേറ്റ് ആണ് ഓർ ഗേറ്റ്. അഡീഷൻ ഓപ്പറേഷന് സെയിം ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന ഒരു ഗേറ്റ് ആണ് ഓർ ഗേറ്റ്. അഡീഷൻ നിങ്ങൾക്ക് അറിയാം, 0 + 0 ഈസ് ഈക്വൽ ടു 0, 0 + 1 ഈസ് ഈക്വൽ ടു 1, 1 + 0 ഈസ് ഈക്വൽ ടു 1 ആൻഡ് 1 + 1 ഈസ് ഈക്വൽ ടു 2. ദാറ്റ് ഈസ് എ 0 വിത്ത് എ ക്യാരി ഓഫ് 1. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ അഡീഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിന് സിമിലർ ആയിട്ടുള്ളൊരു ഓപ്പറേഷനാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. ഒരു 2 ഇൻപുട്ട് ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളാണ് പറയുന്നത്. എ ബി എന്ന് പറയുന്നതിന് ഇൻപുട്സ് വരുന്നത്, വൈ ആണ് ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഇൻപുട്ട് കോമ്പിനേഷൻസും എഴുതാം. 2 ഇൻപുട്ട് ആയതുകൊണ്ട് 2 ഇൻപുട്ട് കോമ്പിനേഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് 4 ഇൻപുട്ട് കോമ്പിനേഷൻസ് ആണ് ഉണ്ടായിരിക്കുക. 0 0 0 1 1 0 1 1. ഇതാണ് 2 ഇൻപുട്ടിൽ പോസിബിൾ ആയിട്ടുള്ള ഇൻപുട്ട് കോമ്പിനേഷൻസ് വരുന്നത്. ഇനി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. ഓർ ഗേറ്റിൻ്റെ ഓപ്പറേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഔട്ട്പുട്ട്, ദ ഔട്ട്പുട്ട് y വിൽ ബി 1 വെൻ
എനി വൺ ഓഫ് ഇറ്റ്സ് ഇൻപുട്ട് ഈസ് ഈക്വൽ ടു 1. അതായത് ഔട്ട്പുട്ട് ഹൈ ആവുന്നത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഓപ്പറേഷൻ്റെ ഒരു റൂള് പറയുകയാണെങ്കിൽ. ഇവിടെ നോക്കാം, 0 0 ആണ് ഇൻപുട്ട് വന്നേക്കുന്നത്. ഒരു ഇൻപുട്ടും ഹൈ ആയിട്ട് വന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇവിടെ 0 1, എ ഇൻപുട്ട് ഈസ് ഹൈ, ദെൻ ഔട്ട്പുട്ട് വിൽ ബി 1. ദെൻ 1 0, ഇവിടെ ഒരു ഇൻപുട്ട് ഹൈ ആണ്, അതുകൊണ്ട് ഔട്ട്പുട്ട് 1 വരും. ഇവിടെ നോക്കുന്ന സമയത്ത് 1 1 ആണ് വരുന്നത്. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയാൽ ഔട്ട്പുട്ട് 1 ആണ്. ഇവിടെ രണ്ട് ഇൻപുട്ടും ഹൈ ആണ്, അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് 1 തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ അഡീഷനായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ 0യും 0യും ആഡ് ചെയ്തപ്പോൾ നമുക്ക് 0 കിട്ടുമെന്ന് പറഞ്ഞു. 0 1ഉം ആഡ് ചെയ്ത സമയത്ത് നമുക്ക് 1 കിട്ടുമെന്ന് പറഞ്ഞു. 1 0 എന്ന് പറയുന്ന സമയത്ത് 1 വന്നു. 1 1 വരുന്ന സമയത്ത് അതിൻ്റെ ക്യാരിയാണ് നമുക്കിവിടെ വരുന്നത്. നമുക്ക് സെയിം അഡീഷൻ ആണ് ഇവിടെ പെർഫോം ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അഡീഷന് സിമിലർ ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഓർ ഗേറ്റ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു 3 ഇൻപുട്ട് ഓർ ഗേറ്റ് ആയിരുന്നെങ്കിൽ നമ്മളത് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? നെക്സ്റ്റ് ഇൻപുട്ടിൽ ഒരു എക്സ്ട്രാ ഇൻപുട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, സി, എ ബി സി. ഓക്കെ, 3 ഇൻപുട്ട് ഓർ ഗേറ്റ്. ഇതിൻ്റെ ലോജിക്കൽ എക്സ്പ്രഷൻ നമ്മൾ എ ഓർ ബി ഓർ സി എന്ന് റെപ്രസെൻറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് കോമ്പിനേഷൻസ് നോക്കുകയാണെങ്കിൽ 3 ഇൻപുട്ട് ആയതുകൊണ്ട് മാക്സിമം എത്ര കോമ്പിനേഷൻസ് വരും നോക്കുക? 2 raised to 3 ഇൻപുട്ട് കോമ്പിനേഷൻസ് ആണ് വരുന്നുണ്ടാവുക. 8 ഇൻപുട്ട് കോമ്പിനേഷൻസ് ആണ് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് റിസൾട്ടിങ് ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ 3 ബിറ്റിൽ ഇൻപുട്ടിൻ്റെ പോസിബിൾ ആയിട്ടുള്ള 3 ബിറ്റ്, അതായത് എ ബി സി, ഇതാണ് 3 ഇൻപുട്ട്സ് വരുന്നത്. ഈ 3 ഇൻപുട്ടിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 വന്നാൽ ഔട്ട്പുട്ട് 1 വരും. ഓക്കെ, അതായിരിക്കും 3 ഇൻപുട്ട് ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ. എ ബി സി എന്നുള്ള പോസിബിൾ ആയിട്ടുള്ള 8 കോമ്പിനേഷൻസ്, നമ്മൾ 3 ബിറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് 8 കോമ്പിനേഷൻസ് എഴുതാൻ പറ്റും. 3 ബിറ്റ് യൂസ് ചെയ്തിട്ടുള്ള 8 ഇൻപുട്ട് കോമ്പിനേഷൻസ് എഴുതാം. ആ ഇൻപുട്ട് കോമ്പിനേഷൻസിൽ എ ബി സി ഏതെങ്കിലും ഒരു ബിറ്റ് 1 വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് 1 ആക്കാം. ഓക്കെ, ഇനി അതിൻ്റെ ടൈമിംഗ് ഡയഗ്രാം നോക്കാം. ഓക്കെ, ടൈമിംഗ് ഡയഗ്രാം നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ടൈം സ്ലോട്ട്സ് കൺസിഡർ ചെയ്യണം. ഒരു 2 ഇൻപുട്ട് ഓർ ഗേറ്റിൻ്റെ ടൈമിംഗ് ഡയഗ്രാമാണ് ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത്. 2 ഇൻപുട്ട് ഓർ ഗേറ്റ് ആയിരിക്കുന്ന സമയത്ത് 4 ഇൻപുട്ട് ഔട്ട്പുട്ട് കോമ്പിനേഷൻസ് ഉണ്ടായിരിക്കും. നമ്മൾ 4 ടൈം സ്ലോട്ട്സ് കൺസിഡർ ചെയ്യണം. ദിസ് ഈസ് ദ ടൈം ഡ്യൂറേഷൻ T1, നെക്സ്റ്റ് ടൈം ഇൻ്റർവൽ T2, T3 ആൻഡ് T4. ഓക്കെ, അപ്പോൾ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് കോമ്പിനേഷൻസ് നോക്കാം. എ ഈസ് ദ ഫസ്റ്റ് ഇൻപുട്ട് ആൻഡ് ബി ഈസ് ദ സെക്കൻഡ് ഇൻപുട്ട്. ഇതാണ് നമ്മുടെ ഇൻപുട്ട്സ് വരുന്നത്. വൈ ആണ് നമ്മുടെ ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, ദെൻ എക്ക് പോസിബിളായിട്ട് 2 വാല്യൂസ് ഉണ്ടായിരിക്കും, 0 ആൻഡ് 1. ബിക്ക് പോസിബിളായിട്ട് 0യും 1ഉം വരാം. വൈ ഔട്ട്പുട്ട് എന്ന് പറയുന്നതും 0 ഓർ 1 ആവാം. ഓക്കെ, ഇനി നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് കോമ്പിനേഷൻസ് കൊടുക്കുകയാണ്. അത് പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഇൻപുട്ട് കോമ്പിനേഷൻസും കൺസിഡർ ചെയ്യാം. എ ഈസ് ഈക്വൽ ടു 0, ബി ഈസ് ഈക്വൽ ടു 0, എ ഈസ് ഈക്വൽ ടു 0, ബി ഈസ് ഈക്വൽ ടു 1. ദെൻ എ ഈസ് ഈക്വൽ ടു 1, ബി ഈസ് ഈക്വൽ ടു 0. ഇത് നമ്മൾ ട്രൂത്ത് ടേബിൾ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ട്രൂത്ത് ടേബിൾ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള സീക്വൻസ് ആണ് ഇവിടെ വരച്ചു പോകുന്നത്. എ ഈസ് ഈക്വൽ ടു 1 ആൻഡ് ഫൈനലി ബി ഈസ് ഈക്വൽ ടു 1. എ ഈസ് ഈക്വൽ ടു 1 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ പോസിബിൾ ആയിട്ടുള്ള ഇൻപുട്ട് കോമ്പിനേഷൻസ്. ഇനി നമ്മൾ ഔട്ട്പുട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻപുട്ടിൽ ഏതെങ്കിലും ഒരു ബിറ്റ് 1 ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ഹൈ ആക്കാം. ഇവിടെ നോക്കുക, 0 0 ആണ് വന്നേക്കുന്നത്, ഔട്ട്പുട്ട് 0 ആയിരിക്കും. 0 1 ആണ് വന്നേക്കുന്നത്, ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് 1 0 ആണ്, ഔട്ട്പുട്ട് 1 ആയിരിക്കും. 1 1 ആണ്, ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇതായിരിക്കും ഓർ ഗേറ്റിൻ്റെ ടൈമിംഗ് ഡയഗ്രാം വരുന്നത്. ഓക്കെ, ലോജിക് ഗേറ്റ്സിൽ നമ്മളിപ്പോൾ ഓൾറെഡി ബേസിക് ഗേറ്റ്സ് എല്ലാം ഡിസ്കസ് ചെയ്തു. ബേസിക് ഗേറ്റ്സിൽ 3 ഗേറ്റാണ് മെയിനായിട്ട് വരുന്നത്, ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ് ആൻഡ് നോട്ട് ഗേറ്റ്. ആ 3 ഗേറ്റ്സ് ആണ് ബേസിക് ഗേറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത് യൂണിവേഴ്സൽ ഗേറ്റ്സ് ആണ്. യൂണിവേഴ്സൽ ഗേറ്റ്സിൽ ഫസ്റ്റ് വൺ വരുന്നത് നാൻഡ് ഗേറ്റ്, ദ സെക്കൻഡ് വൺ ഈസ് നോർ ഗേറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ നാൻഡ് ഗേറ്റ് നോക്കാം. നാൻഡ് ഗേറ്റിൻ്റെ ഓപ്പറേഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് സിമിലർ ടു നോട്ട് ഗേറ്റ് പ്ലസ് ആൻഡ് ഗേറ്റ്. 2 ബേസിക് ഗേറ്റ്സ് ആണ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന 2 ബേസിക് ഗേറ്റ്സ് ആണ്, നോട്ട് ഗേറ്റ് ആൻഡ് ആൻഡ് ഗേറ്റ്. ഈ 2 ഗേറ്റും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് നാൻഡ് ഗേറ്റിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നോട്ട് ഗേറ്റിൻ്റെ സിമ്പിൾ നിങ്ങൾക്ക് അറിയാം, ഇതായിരുന്നു നമ്മുടെ നോട്ട് ഗേറ്റിൻ്റെ സിമ്പിൾ. ആൻഡ് ഗേറ്റിൻ്റെ സിമ്പിൾ വന്നത് ഇങ്ങനെയായിരുന്നു അല്ലേ. അപ്പോൾ അതിന് ഒരൊറ്റ സിംഗിൾ ഇൻപുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഔട്ട്പുട്ട് വരുന്നത് എ ബാർ ആയിരിക്കും. ഇവിടെ എ ബി എന്ന് പറഞ്ഞിട്ട് 2 ഇൻപുട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് എ ബി എന്നാണ്, എ ഡോട്ട് ബി എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ നാൻഡ് ഗേറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു സിമ്പിൾ തന്നെയാണ് ഇവിടെ വരുന്നുണ്ടായിരിക്കുക. അതായത് ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മളൊരു ബബിൾ ഇൻസേർട്ട് ചെയ്താൽ അത് നാൻഡ് ഗേറ്റിൻ്റെ സിമ്പിളാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഗേറ്റ് പ്ലസ് നോട്ടാണ് നാൻഡ്. അപ്പോൾ ആൻഡ് ഗേറ്റിൻ്റെ സിമ്പിളിൽ നോട്ട് ഗേറ്റിൻ്റെ ഒരു ബബിൾ ഇൻസേർട്ട് ചെയ്താൽ നമുക്ക് നാൻഡ് ഗേറ്റ് കിട്ടും. നമ്മളിപ്പോൾ ഇൻപുട്ട്സിനെ എ ആൻഡ് ബി എന്ന് റെപ്രസെൻ്റ് ചെയ്യാണ്, ഔട്ട്പുട്ട് ഈസ് വൈ. ദെൻ
the logical expression corresponding to the NAND gate is equal to a dot b whole bar. ഓക്കെ, ഇതായിരിക്കും നാൻഡ് ഗേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോജിക്കൽ എക്സ്പ്രഷൻ വരുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കാം, ഇവിടെ ഇപ്പോൾ നമുക്ക് ആൻഡ് ഗേറ്റിൻ്റെ എക്സ്പ്രഷൻ വരുന്നത് എ ഡോട്ട് ബി എന്നാണ്. ആ എ ഡോട്ട് ബിയും അതിനെ ഇൻവേർട്ട് ചെയ്യാം, കോംപ്ലിമെൻറ്റ്. ഓക്കെ, ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എ ഡോട്ട് ബി കോംപ്ലിമെൻറ്റ് ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാം. ഇതാണ് നാൻഡ് ഗേറ്റിൻ്റെ ലോജിക്കൽ എക്സ്പ്രഷൻ വരുന്നത്. ഇനി നമുക്കതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. ട്രൂത്ത് ടേബിൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻ്റെ ഒരു കണ്ടീഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ദ നാൻഡ് ഗേറ്റ് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു 1 ഇഫ് എനി ഇൻപുട്ട് ഈസ് ഈക്വൽ ടു 0. അതായത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 വന്നാൽ നമുക്കതിൻ്റെ ഔട്ട്പുട്ട് 1 ആക്കാം. ഓക്കെ, ആൻഡ് ഗേറ്റിൻ്റെ കണ്ടീഷനുമായിട്ട് കമ്പയർ ചെയ്തിട്ട് വേണം നാൻഡ് ഗേറ്റിൻ്റെ ഓപ്പറേഷൻ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അതായത് ആൻഡ് ഗേറ്റിൽ നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 വന്നാൽ അതിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ആൻഡ് ഗേറ്റ് ഒരു 1 ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ എല്ലാ ഇൻപുട്ട്സും 1 വരുമ്പോൾ മാത്രമായിരിക്കും. ആൻഡ് ഗേറ്റിൻ്റെ കേസിലാണ് പറയുന്നത്. ആൻഡ് ഗേറ്റ് ആണെങ്കിൽ അതിൻ്റെ എല്ലാ ഇൻപുട്ടും 1 വന്നാൽ മാത്രമേ ഔട്ട്പുട്ട് 1 വരുള്ളൂ. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 വന്നാൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇതിൻ്റെ നേരെ ഇൻവേർട്ടഡ് കേസാണ് നമ്മൾ നാൻഡ് ഗേറ്റിൽ പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 വന്നാൽ നാൻഡ് ഗേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇതിൻ്റെ നേരെ ഇൻവേർട്ടഡ് വേർഷൻ, ആൻഡിൻ്റെ നേരെ ഇൻവേർട്ടഡ് വേർഷനാണ് നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നാൻഡ് ഗേറ്റ് ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 വന്നാൽ അതിൻ്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊരു 2 ഇൻപുട്ട് നാൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. ഇതാണ് ഇൻപുട്ട്സ് വരുന്നത്, ഇത് ഔട്ട്പുട്ടാണ്. പോസിബിൾ ഇൻപുട്ട് കോമ്പിനേഷൻസ് എഴുതാം 0 0 0 1 1 0 ആൻഡ് 1 1. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് 1 കിട്ടും. ഓക്കെ, ഇവിടെ 0 വന്നു, ഇവിടെ 1 കിട്ടി, ഇവിടെ ഒരു 0 വന്നു, 1 കിട്ടി. ഇവിടെ രണ്ട് ഇൻപുട്ടും 1 ആയതുകൊണ്ട് ഔട്ട്പുട്ട് വിൽ ബി ഈക്വൽ ടു 0. ഇത് ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ആൻഡ് ഗേറ്റിൻ്റെ നേരെ ഇൻവേർട്ടഡ് ഓപ്പറേഷനാണ് നാൻഡിൽ വരുന്നത്. ഓക്കെ, ഇനി ഈ ഒരു നാൻഡ് ഗേറ്റിൻ്റെ ടൈമിംഗ് ഡയഗ്രാം നമുക്ക് നോക്കാം. ടൈമിംഗ് ഡയഗ്രത്തിൽ 4 ടൈം സ്ലോട്ട്സ് പ്രൊവൈഡ് ചെയ്യാണ്. T1, T2, T3. ഓക്കെ, T1, T2, T3, T4. ഓക്കെ, ഇൻപുട്ട്സ് വരുന്നത് എ ബി ആൻഡ് ഔട്ട്പുട്ട് ഈസ് വൈ. ഓക്കെ, ഇൻപുട്ടിന് പോസിബിൾ ആയിട്ട് 0 ആൻഡ് 1, 0 ആൻഡ് 1 രണ്ട് ലെവൽസ് പോസിബിൾ ആണ്. ഇവിടെയും രണ്ട് ലെവൽസ് പോസിബിൾ ആണ്. ഇൻപുട്ട് കോമ്പിനേഷൻസ് കൊടുക്കുകയാണ് 0 0 0 1 1 0 1 1. ഓക്കെ, ഇനി പോസിബിൾ ഔട്ട്പുട്ട്സ് നോക്കുക. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ നമുക്കിവിടെ ഹൈ കിട്ടും. ഓക്കെ, ഇവിടെ 0 വന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഹൈ കിട്ടി. ഇവിടെ 0 വന്നിട്ടുണ്ട്, ഹൈ കിട്ടി. ഇവിടെ രണ്ട് ഇൻപുട്ടും 1 ആയതുകൊണ്ട് സീറോസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് 0 വരും. ഇതാണ് നാൻഡ് ഗേറ്റിൻ്റെ ടൈമിംഗ് ഡയഗ്രാം വരുന്നത്. ഓക്കെ, യൂണിവേഴ്സൽ ഗേറ്റ്സിൽ നെക്സ്റ്റ് ഒരു യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത് നോർ ഗേറ്റ് ആണ്. നോർ ഗേറ്റിന് നമ്മൾ ഈ ഒരു സിമ്പിൾ വെച്ചിട്ടാണ്. നോർ പറഞ്ഞാൽ നോട്ട് പ്ലസ് ഓർ. നോട്ട് ഗേറ്റും ഓർ ഗേറ്റും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഫോർമാറ്റാണ് നോർ ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പറേഷനും ആ ഒരു രീതിയിൽ തന്നെയാണ് വരുന്നത്. നോട്ടിൻ്റെ സിമ്പിൾ വരുന്നത് ഇങ്ങനെയാണ്, ഓറിൻ്റെ സിമ്പിൾ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു എഫക്റ്റാണ് നോർ ഗേറ്റിൻ്റെ സിമ്പിളിൽ വരുന്നത്. അതായത് ഓർ ഗേറ്റിൻ്റെ സിമ്പിളിനകത്ത് നമ്മളൊരു ബബിൾ കൂടെ ഇൻസേർട്ട് ചെയ്താൽ അത് നോർ ഗേറ്റ് ആയിരിക്കും. എ ബി എന്ന് പറഞ്ഞിട്ട് രണ്ട് ഇൻപുട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് വൈ ഈസ് ഈക്വൽ ടു എ ഓർ ബി ബാർ. ഓക്കെ, ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിനെ നമ്മൾ കോംപ്ലിമെൻറ്റ് ചെയ്തു. ഇതാണ് നോർ ഗേറ്റ് എന്ന് പറയുന്നത്. നോർ ഗേറ്റിൻ്റെ ഓപ്പറേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓർ ഗേറ്റിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഓർ ഗേറ്റിൽ ഇഫ് എനി വൺ ഓഫ് ദ ഇൻപുട്ട് ഈസ് ഈക്വൽ ടു 1, ഒരു ഇൻപുട്ടിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 വന്നാൽ നമുക്ക് ഔട്ട്പുട്ട് 1 കിട്ടും. അതായിരുന്നു ഓർ ഗേറ്റിൻ്റെ ഓപ്പറേഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നേരെ ഇൻവേർട്ടഡ് വേർഷനാണ് നോർ ഗേറ്റ്. അതായത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 വന്നാൽ ഔട്ട്പുട്ട് നമുക്ക് 0 കിട്ടും. അതാണ് നോറിൻ്റെ ഓപ്പറേഷൻ. ദെൻ ട്രൂത്ത് ടേബിൾ കൺസിഡർ ചെയ്യാം നമുക്ക്. എ ബി രണ്ട് ഇൻപുട്ട്സ്, y is the output. Then 0 0 0 1 1 0 1 1. എവിടെയെങ്കിലും ഒരു ഇൻപുട്ട് 1 വന്നിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 0 കിട്ടും. അപ്പോൾ ഇവിടെ നോക്കാം, 1 എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ഇല്ല, അതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇവിടെ ഒരു 1 വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 വന്നാൽ നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഒരു ഇൻപുട്ട് 1 വന്നിട്ടുണ്ട്, നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 0. രണ്ട് ഇൻപുട്ടും 1 ആണ്, അപ്പോൾ 0. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ നോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ വരുന്നത്. ഇതിൻ്റെ ഒരു ടൈമിംഗ് ഡയഗ്രാം നോക്കാം. ടൈമിംഗ് ഡയഗ്രാംസ് എല്ലാം നമ്മൾ ഈ ട്രൂത്ത് ടേബിളിൽ നിന്നാണ് വരയ്ക്കുന്നത്. ട്രൂത്ത് ടേബിളിൽ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്തൊക്കെ നോക്കിയിട്ടാണ് നമ്മളത് വരയ്ക്കുന്നത്. ഓക്കെ, T1 ഫസ്റ്റ് ടൈം സ്ലോട്ട്, T2, T3 ആൻഡ് T4. ദെൻ കൺസിഡറിങ് ദ ഇൻപുട്ട് എ
B and the output is Y 0 1. രണ്ട് ലെവൽസ് പോസിബിൾ ആണ് 0 1. രണ്ട് ലെവൽ പോസിബിൾ ആണ് 0 1. ഓക്കെ, ദെൻ ഇൻപുട്ട് കോമ്പിനേഷൻസ് 0 0, അതായത് A is equal to 0, B is equal to 0. Then next combination 0 1, A is equal to 0, B is equal to 1. Then 1 0, A is equal to 1, B is equal to 0. Then A is equal to 1, B is equal to 1, A is equal to 1, B is equal to 1. Then ഔട്ട്പുട്ട് എങ്ങനെയാണ് വരിക? ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 വന്നാൽ ഔട്ട്പുട്ട് 0 കൊടുക്കണം. ഇവിടെ രണ്ട് ഇൻപുട്ടും 0 ആണ്, ഔട്ട്പുട്ട് 1 വരും. ഓക്കെ, ഇവിടെ ഒരു ഇൻപുട്ട് 1 വന്നു, അപ്പോൾ ഔട്ട്പുട്ട് 0 വരണം. ഇവിടെ ഒരു ഇൻപുട്ട് 1 വന്നു, ഔട്ട്പുട്ട് 0 വരണം. ഇവിടെ രണ്ട് ഇൻപുട്ടും 1 ആണ്, ഔട്ട്പുട്ട് 0 വന്നു. ഓക്കെ, ഇതായിരിക്കും നോർ ഗേറ്റിൻ്റെ ടൈമിംഗ് ഡയഗ്രാം വരുന്നത്. ഇനി നമ്മൾ ഈ ഗേറ്റ്സ് നോർ ഗേറ്റിനെയും നാൻഡ് ഗേറ്റിനെയും യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്നാണ് പറയാമെന്ന് പറഞ്ഞു അല്ലേ. അതെന്തുകൊണ്ടാണ് അങ്ങനെ അതിനെ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് വിളിക്കുന്നതിന് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ നോർ ഗേറ്റ് ആൻഡ് നാൻഡ് ഗേറ്റ് ഈ രണ്ട് ഗേറ്റ്സ് യൂസ് ചെയ്തിട്ട് ബാക്കി ഏത് ഗേറ്റ് വേണമെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് വേറെ ഏത് ഗേറ്റ് വേണമെങ്കിലും നമുക്ക് ഈ നോർ ഗേറ്റും നാൻഡ് ഗേറ്റും യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ രണ്ട് ഗേറ്റ്സിനെ നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് എക്സോർ ഗേറ്റ്. എക്സോർ ഗേറ്റ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ്. ഓക്കെ, ഈ എക്സോർ ഗേറ്റ് മെയിനായിട്ട് അരിതമെറ്റിക് ഓപ്പറേഷൻസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ലോജിക് സിമ്പിൾ നോക്കുകയാണെങ്കിൽ ഓർ ഗേറ്റിന് സിമിലർ ആണ്. ഇവിടെയാണ് വ്യത്യാസം വരുന്നത്. ഇതാണ് എക്സോർ ഗേറ്റിൻ്റെ സിമ്പിൾ വരുന്നത്. രണ്ട് ഇൻപുട്ട്സ് എ ആൻഡ് ബി, വൈ ഈസ് ദ ഔട്ട്പുട്ട്. ഓൾസോ ഇറ്റ് ഈസ് അവൈലബിൾ വിത്ത് 2 or more ഇൻപുട്ട്സ്. രണ്ടോ അതിലധികമോ ഇൻപുട്ട്സ് ഉള്ള എക്സോർ ഗേറ്റ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ലോജിക്കൽ എക്സ്പ്രഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ യൂഷ്വലി ഇതിനെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? എ എക്സോർ ബി. ഇപ്പോൾ ഒരു 3 ഇൻപുട്ടിൻ്റെ എക്സോർ ഗേറ്റ് ആയിരുന്നെങ്കിൽ നമ്മളതിനെ എ എക്സോർ ബി എക്സോർ സി ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വലൻ്റ് ഒരു റിലേഷൻഷിപ്പ് നമുക്ക് എഴുതാൻ പറ്റും. എ എക്സോർ ബി എന്ന് പറഞ്ഞാൽ എ ബാർ ബി ഓർ എ ബി ബാർ. ഇതാണ് എക്സോർ ഗേറ്റിൻ്റെ വേറെ ഒരു ഔട്ട്പുട്ട് ഇക്വേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണ് ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ. ഓക്കെ, എ ആൻഡ് ബി ആണ് ഇൻപുട്ട് കോമ്പിനേഷൻസ് വരുന്നത്. വൈ ഈസ് ദ ഔട്ട്പുട്ട്. ദെൻ 0 0 0 1 1 0 1 1 ഇതാണ് പോസിബിൾ ഇൻപുട്ട് കോമ്പിനേഷൻസ്. എക്സോർ ഗേറ്റിൻ്റെ ഓപ്പറേഷൻ്റെ ഒരു റൂള് പറയുകയാണെങ്കിൽ ഇഫ് ഓഡ് നമ്പർ ഓഫ് ഇൻപുട്ട്സ് ഈസ് ഈക്വൽ ടു 1 ദെൻ ദ ഔട്ട്പുട്ട് വിൽ ബി 1. അതായത് ഇൻപുട്ടിൻ്റെ എണ്ണം എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ, 2 ഇൻപുട്ട് എക്സോർ, 3 ഇൻപുട്ട് എക്സോർ, 4 ഇൻപുട്ട് എക്സോർ അല്ലെങ്കിൽ 5 ഇൻപുട്ട് എക്സോർ ആയിക്കോട്ടെ, അതിൻ്റെ ഇൻപുട്ട് ഒരു പെർട്ടിക്കുലർ ഇൻപുട്ട് കോമ്പിനേഷൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഓഡ് നമ്പർ ഓഫ് വൺസ് വന്നിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ഇൻപുട്ട് കോമ്പിനേഷൻ നോക്കുകയാണ്. ഇതിനകത്ത് വൺസിൻ്റെ എണ്ണം നോക്കി, ഓഡാണോ എന്ന് നോക്കി, വൺസ് ഇല്ല, അതുകൊണ്ട് അത് ഈവൻ ആണ്. 0 നമ്പർ ഓഫ് വൺസ് ആണുള്ളത്, അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് 0 ആണ് കിട്ടുക. ഇവിടെ നോക്കി ഓഡ് നമ്പർ ഓഫ് വൺസ് ആണുള്ളത്, ആകെ ഒരു 1 അല്ലേ വന്നിട്ടുള്ളൂ. ഈ ഒരു കോമ്പിനേഷനിൽ ഓഡ് നമ്പർ ഓഫ് വൺസ് ആണ് വന്നേക്കുന്നത്, അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് 1 വന്നു. ഇവിടെ ഓഡ് നമ്പർ ഓഫ് വൺസ് ആണ്, ഔട്ട്പുട്ട് 1 വന്നു. ഇവിടെ ഈവൻ നമ്പർ ഓഫ് വൺസ് ആണ്, അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് 0 കിട്ടി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എക്സോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ അല്ലെങ്കിൽ ഓപ്പറേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ദ ഔട്ട്പുട്ട് വിൽ ബി 1 ഓൺലി വെൻ ദ ഇൻപുട്ട് ഹാവ് ഓഡ് നമ്പർ ഓഫ് വൺസ്. ഇൻപുട്ടിൽ ഓഡ് നമ്പർ ഓഫ് വൺസ് വരുന്ന സമയത്ത് മാത്രമേ ഔട്ട്പുട്ട് 1 ആയിരിക്കുള്ളൂ. നമ്മളൊരു 3 ഇൻപുട്ട് എക്സോർ ഗേറ്റിൻ്റെ കൂടെ പറയാം, നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 ആൻഡ് 1 1 1. 2 4 6 8 കോമ്പിനേഷൻസ് നമുക്ക് പോസിബിൾ ആണ്. 3 ഇൻപുട്ടാണുള്ളത്, അപ്പോൾ നമുക്ക് 2⁻3 ഇൻപുട്ട് കോമ്പിനേഷൻസ് പോസിബിൾ ആണ്, 8 കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. ഇനി ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. ഔട്ട്പുട്ട് y ഈസ് ഇക്വൽ ടു 1 വെൻ ദർ ആർ ഓഡ് നമ്പർ ഓഫ് വൺസ് അറ്റ് ദി ഇൻപുട്ട്. ഈ ഒരു ഇൻപുട്ട് കോമ്പിനേഷൻസ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ടൈം ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിൽ സമയത്ത് ഇവിടെ 3 ഇൻപുട്ട് അല്ലേ, എ ബി സി എന്ന് പറഞ്ഞിട്ട് 3 ഇൻപുട്ടിൽ നമ്മൾ സീറോസ് ആണ് കൊടുത്തേക്കുന്നത്. ഓഡ് നമ്പർ ഓഫ് വൺസ് അവൈലബിൾ അല്ല, അതുകൊണ്ട് ഔട്ട്പുട്ട് ഇസ് ഇക്വൽ ടു 0. ഈ ഒരു കോമ്പിനേഷൻ നോക്കുന്ന സമയത്ത് ഓഡ് നമ്പർ ഓഫ് വൺസ് ആണ് ഇൻപുട്ടിൽ വന്നേക്കുന്നത്, ആകെ ഒരു 1 വന്നിട്ടുള്ള ഓഡ് നമ്പർ ഓഫ് വൺസ് ആണ് വന്നേക്കുന്നത്, അതുകൊണ്ട് ഔട്ട്പുട്ട് ഇസ് ഇക്വൽ ടു 1. ഹിയർ ഓഡ് നമ്പർ ഓഫ് വൺസ് ആണ്, ഔട്ട്പുട്ട് ഇസ് ഇക്വൽ ടു 1. ഇവിടെ 2 വൺസ് വന്നിട്ടുണ്ട് ഇൻപുട്ടിൽ, അപ്പോൾ അത് ഈവൻ നമ്പർ ഓഫ് വൺസ് ആണ് വന്നേക്കുന്നത്, ഔട്ട്പുട്ട് ഇസ് ഇക്വൽ ടു 0. ദെൻ ഇവിടെ ഓഡ് നമ്പർ ഓഫ് 1 ആണ്, ഔട്ട്പുട്ട് ഇസ് ഇക്വൽ ടു 1. ഈവൻ നമ്പർ ഓഫ് 1 ആണ്, 2 1 വന്നിട്ടുണ്ട്, അപ്പോൾ ഈവൻ നമ്പർ ഓഫ് 1 ആണ്, ഔട്ട്പുട്ട് ഇസ് ഇക്വൽ ടു 0. ഇവിടെയും ഈവൻ നമ്പർ ഓഫ് 1 ആണ്, ഔട്ട്പുട്ട് ഇസ് ഇക്വൽ ടു 0. ഇവിടെ ഓഡ് നമ്പർ ഓഫ് വൺസ് ആണ്, ഔട്ട്പുട്ട് ഇസ് ഇക്വൽ ടു 1. ഓക്കെ, അതാണ് എക്സോർ ഗേറ്റിൻ്റെ
ട്രൂത്ത് ടേബിൾ വരുന്നത്. നമുക്ക് എക്സോർ ഗേറ്റിൻ്റെ ടൈമിംഗ് ഡയഗ്രാം കൂടെ ഒന്ന് കൺസിഡർ ചെയ്യാം. T1, T2, T3 and T4. ഓക്കെ, ഇൻപുട്ട് കോമ്പിനേഷൻസ് നോക്കുകയാണെങ്കിൽ എ ആൻഡ് ബി ആണുള്ളത്, ഔട്ട്പുട്ട് വൈ ആണ്. 2 ഇൻപുട്ടിൻ്റെ ടൈമിംഗ് ഡയഗ്രാമാണ് ഞാൻ വരയ്ക്കുന്നത്. 0 and 1 ആണ് പോസിബിൾ വാല്യൂസ് വരുന്നത്. ഓക്കെ, ഇൻപുട്ട് കോമ്പിനേഷൻസ് 0, A is equal to 0, B is equal to 0, A is equal to 0, B is equal to 1, A is equal to 1, B is equal to 0, and then A is equal to 1 and B is equal to 1. ഓക്കെ, ഇനി നമ്മൾ ഔട്ട്പുട്ട് കോമ്പിനേഷൻ നോക്കുകയാണ്. ഒരു പർട്ടിക്കുലർ ടൈം നോക്കുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ ഓഡ് നമ്പർ ഓഫ് വൺസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക, എങ്കിൽ ഔട്ട്പുട്ട് 1 കൊടുക്കാം. ഓക്കെ, ഇവിടെ 0 0 ആണ്, അപ്പോൾ 0 0 1 ആണ്, ഒരു 1 വന്നിട്ടുണ്ട്, ഓഡ് നമ്പർ ഓഫ് 1 പ്രസൻ്റ് ആണ്. ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് 1 ആയിരിക്കും. 1 0 ഔട്ട്പുട്ട് 1 ആയിരിക്കും. 1 1 ഈവൻ നമ്പർ ഓഫ് വൺസ് ആണ് വന്നത്, അതുകൊണ്ട് ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇതായിരിക്കും എക്സോർ ഗേറ്റിൻ്റെ ടൈമിംഗ് ഡയഗ്രാം വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് എക്സ്നോർ ഗേറ്റ്. ഇതിനെ നമുക്ക് എക്സ്ക്ലൂസീവ് നോർ ഗേറ്റ് എന്നും വിളിക്കാം. ഈ എക്സ്നോർ ഗേറ്റ് എക്സോർ ഗേറ്റിൻ്റെ നേരെ ഇൻവേർട്ടഡ് വേർഷനാണ്, അതായത് നോട്ട് പ്ലസ് എക്സോർ ഗേറ്റ്. ആ എക്സോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മളൊരു ഇൻവേർട്ടറും കൂടെ ഇൻസേർട്ട് ചെയ്താൽ നമുക്ക് എക്സ്നോർ ഗേറ്റ് കിട്ടും. അപ്പോൾ അതിൻ്റെ സിമ്പിൾ നോക്കാം. ഇതായിരുന്നു എക്സോർ ഗേറ്റിൻ്റെ സിമ്പിൾ അല്ലേ. എക്സോർ ഗേറ്റ് ഇതായിരുന്നു. അതിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മളൊരു നോട്ട് ഗേറ്റ് അല്ലെങ്കിൽ ഒരു ഇൻവേർട്ടർ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് എക്സ്നോർ ഗേറ്റ് കിട്ടും. ഓക്കെ, ഇൻപുട്ട്സ് ആർ എ ആൻഡ് ബി ആൻഡ് ദ ഔട്ട്പുട്ട് ഈസ് വൈ. എക്സ്നോർ ഗേറ്റും 2 or more ഇൻപുട്ട്സിൽ നമുക്ക് അവൈലബിൾ ആണ്. 3 ഇൻപുട്ട് എക്സോർ, 4 ഇൻപുട്ട് എക്സ്നോർ എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. മൾട്ടിപ്പിൾ ഇൻപുട്ട് ഗേറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കോമൺ ലോജിക്കൽ എക്സ്പ്രഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എ എക്സ്നോർ ബി, ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ടിലെ എക്സ്പ്രഷന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി അതിന് വേറൊരു ലോജിക്കൽ ഇക്വേഷൻ കൂടെ നമുക്ക് യൂസ് ചെയ്യാം, അതായത് എ ബി ഓർ എ ബാർ ബി ബാർ. ഇതാണ് എക്സ്നോർ ഗേറ്റിൻ്റെ അനദർ ലോജിക്കൽ എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പറേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ എക്സോർ ഗേറ്റിന് പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ഓപ്പറേഷൻ ആയിരിക്കും എക്സ്നോർ ഗേറ്റിന് പറഞ്ഞത്. അതായത് എക്സോർ ഗേറ്റിന് നമുക്കറിയാം ഓഡ് നമ്പർ ഓഫ് വൺസ് ഇൻപുട്ടിൽ വന്നാൽ അതിൻ്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അപ്പോൾ എക്സ്നോർ ഗേറ്റിന് എങ്ങനെയായിരിക്കും? ഓഡ് നമ്പർ ഓഫ് വൺസ് ഇൻപുട്ടിൽ വന്നാൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതായിരിക്കും എക്സ്നോർ ഗേറ്റിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ വരുന്നത്. നമുക്ക് ട്രൂത്ത് ടേബിൾ ചെക്ക് ചെയ്യാം. A and B are the inputs and Y is the output. Possible input combinations 0 0 0 1 1 0 and 1 1. ഇവിടെ odd number of ഇൻപുട്ടിൽ odd number of ones വന്നാൽ ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, എക്സോറിൻ്റെ നേരെ ഇൻവേർട്ടഡ് വെർഷൻ. ഇവിടെ odd number of ones ആണോ? അല്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഓഡ് നമ്പർ ഓഫ് വൺസ് വന്നാൽ ഔട്ട്പുട്ട് 0. ഇവിടെ ഓഡ് നമ്പർ ഓഫ് 1 ആണ്, ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു 0. ഇവിടെ ഓഡ് നമ്പർ ഓഫ് വൺസ് ആണോ? അല്ല. അതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതായിരിക്കും ഇതിൻ്റെ ലോജിക്കൽ ട്രൂത്ത് ടേബിൾ വരുന്നത്. 3 ഇൻപുട്ട് എക്സ്നോർ ആണെങ്കിലും സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ പോസിബിൾ ആയിട്ടുള്ള 8 ഇൻപുട്ട് കോമ്പിനേഷൻസും എഴുതിയതിന് ശേഷം എവിടേക്കാണോ ഓഡ് നമ്പർ ഓഫ് വൺസ് വരുന്നത് അവിടെ നമുക്ക് ഔട്ട്പുട്ടിൽ 0 കൊടുക്കാം. ബാക്കിയുള്ളിടത്തെല്ലാം നമുക്ക് ഔട്ട്പുട്ടിൽ 1 കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ ഒരു ടൈമിംഗ് ഡയഗ്രാം കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട് കോമ്പിനേഷൻസ് നോക്കുകയാണെങ്കിൽ എ ആൻഡ് ബി ഒരു 2 ഇൻപുട്ട് എക്സ്നോർ ഗേറ്റ് ആണ്. A and B and Y is the output. 0 1 0 1 0 1. ഇതാണ് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ്. 0 A is equal to 0, B is equal to 0, A is equal to 0, B is equal to 1, A is equal to 1, B is equal to 0, A is equal to 1, B is equal to 1. ഓക്കെ, ഇതാണ് പോസിബിൾ ആയിട്ടുള്ള ഇൻപുട്ട് കോമ്പിനേഷൻസ് വരുന്നത്. ഔട്ട്പുട്ട് റിസൾട്ടിങ് ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. ഓഡ് നമ്പർ ഓഫ് വൺസ് വരുന്നത് എവിടെയാണോ അവിടെയെല്ലാം നമുക്ക് 0 കിട്ടും. ബാക്കിയുള്ളിടത്തെല്ലാം നമുക്ക് 1 വരും. ഇവിടെ ഓഡ് നമ്പർ ഓഫ് വൺസ് അല്ല വന്നേക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് 1 വന്നു. ഇവിടെ ഓഡ് നമ്പർ ഓഫ് വൺസ് കിട്ടി, ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു 0. ഇവിടെ
ഓഡ് നമ്പർ ഓഫ് 1 ആണ്, ഇവിടെ മാത്രമേ 1 ഉള്ളൂ, അപ്പോൾ ഓഡ് നമ്പർ ഓഫ് 1 ആണ്, ഔട്ട്പുട്ട് 0. ഇവിടെ ഈവൻ നമ്പർ ഓഫ് 1s ആണ്, അപ്പോൾ ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മളുടെ എക്സ് നോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ ആൻഡ് ടൈമിംഗ് ഡയഗ്രാം വരുന്നത്. ഓക്കെ.